അല്ല ദാസ, ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇതിന്റെ മേലെ എന്താ പരിപാടി? ഇവിടെ ഈ പോലീസിന്റെ കാര്യങ്ങള് നമുക്ക് യാതൊരു പിടിയും കിട്ടുകയില്ല. മേലെ മുറികൾ കാണുമായിരിക്കും, അവിടെ രഹസ്യ യോഗങ്ങൾ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ അജ്ഞാതമായ സ്ഥലത്ത് വെച്ചാണ്, അല്ലാതെ മെയിൻ റോഡ് വെച്ചല്ല. വാ. വെൽക്കം മൈ ബോയ്സ്. വെയിറ്റിംഗ് ഫോർ ലോങ്? സർക്കിൾ ഇൻസ്പെക്ടർ? യെസ് യെസ് യെസ്. സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല. എത്രയോ ഭയങ്കരന്മാരെ വളരെ നിസ്സാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഉന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ അന്ന് ബോംബ് വെച്ച നീയായിരുന്നോ? എടാ ദ്രോഹി, എന്നെ പട്ടിണി കിട്ടാ നീയല്ലേ? ഇവനെ ഇടിച്ചു. ലിസൺ ബോയ്, ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. എടാ ദാസ, ഏതാ ഈ അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി. ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കമോൺ. No, I will select. മലപ്പുറം കത്തി തന്നെയാവാം. വർഷങ്ങളായി പോലീസിനെ കളിപ്പിക്കുകയായിരുന്നു പവനായി. ഈ മരണം അധോലോകത്ത് നടക്കും, പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരും. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. പവനായി മരിച്ചു. ഞാൻ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞത് അല്പം ആലങ്കാരികമായിട്ടാണ്. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ സാർ? തീർച്ചയായും. എന്നാ പിന്നെ ഞങ്ങളെ കൂടെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തൂടെ സാർ? തമാശ പറഞ്ഞല്ല സാർ. ജീവിക്കാൻ വേണ്ടി പോലീസ് ആവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല. പിന്നെ എന്തൊക്കെയായാലും ഇതൊരു മർഡർ കേസാണ്, ജാമ്യം വേണം സാർ. ഇങ്ങനെ മനസ്സാക്ഷിയില്ല സംസാരിക്കരുത് സാർ. ജാമ്യത്തിനൊന്നും ആളില്ല, വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് തൂക്കിക്കൊന്നേക്ക് സാർ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നിയമത്തിന്റെ ഫോർമാലിറ്റീസ് വേണ്ട,
എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. വിളിക്കുമ്പോൾ ഒന്നിച്ചാൽ മതി. പട്ടിണി കിടന്ന് ചത്തില്ലേല് ഞങ്ങൾ വരാം. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സേഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. ഒടുവിൽ ഇന്നലെ പെരേര വിളിച്ചു. അയാൾക്ക് പേടിയുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ചരക്ക് കൈമാറിയല്ലേ പറ്റൂ. ഞാൻ നിർബന്ധിച്ചപ്പോ പെരേര വരാമെന്നേറ്റു. നമ്മൾ ചരക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ കച്ചവടം നടത്താം. പെരേര അവിടെ വരും. അത് ആളൊഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ ഇടയില്ല സാർ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ പെരേര ഒന്നുകൂടെ വിളിക്കാം. അടുത്ത 15-നകം അവരോട് വരാൻ പറയാം. நான் தனியா பேசுறேன். എന്നപ്പാ എന്നോട് കോപമാ? എന്തിന്? ആലോചിച്ച് നോക്കിയപ്പോ തപ്പ് എമ്മേലെ താൻ. ഇത്രയും മക്കളെ കുടി ഒഴിപ്പിച്ചാൽ അവരെവിടെ പോയി താമസിക്കാൻ? ആശുപത്രി എത്താനുള്ള തിരക്കിൽ ഞാനതൊക്കെ മറന്നു പോച്ച്. അല്ല, എനിക്കും കുറച്ച് തിമിര് ജാസ്തിയായിരുന്നു. നിങ്ങളാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. ரொம்ப നന്ദി, ரொம்ப നന്ദി. മന്നിച്ചിട്. അതൊന്നും സാരമില്ല സാർ. സാറിനെ പോലുള്ള വലിയ ആളുകൾ എന്നോട് അങ്ങനെ ക്ഷമ ചോദിക്കാനൊന്നും പാടില്ല. അങ്ങനെയല്ല. തപ്പ് ആര് ചെയ്താലും തപ്പ് തപ്പ് തന്നെയാണ്. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല. നമുക്ക് തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. എന്ത് കാര്യം? അതെല്ലാം നമുക്ക് വിളക്കമായിട്ട് സംസാരിക്കാം. എപ്പോഴാ സമയം കിട്ടുക? ഞങ്ങളെപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും. നീതാ നമ്മ ഫ്രണ്ട്, നമ്മ അരുമേ തമ്പി. നീ അപ്പടിയേതാ വരട്ടോ സാർ, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലാത്ത നിലയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഞങ്ങൾക്ക് സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി. അപ്പൊ ജോലിയൊന്നും ഇല്ലേ? ഉണ്ടായിരുന്ന ജോലി വെള്ളത്തിലായി പോയി സാറേ. അയ്യോ, മുതലിൽ ചൊല്ലേ. സാരമില്ല, രണ്ടുപേർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ரொம்ப നല്ല ജോലി ഈ കോയി വെങ്കടേശൻ വാങ്ങിത്തരും. നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപയെങ്കിലും കാണുമല്ലേ? അതൊക്കെ മേലെ വാങ്ങിത്തരും. എന്നാൽ സാറ് മൊത്തം 3 പേർക്ക് ജോലി വാങ്ങിത്തരൂ. അതാരാ മൂന്നാമത്തെ ആള്? ആ വീട്ടിലെ പെൺകുട്ടി പാവങ്ങളാ സാർ. ഓഹോ, പുറിഞ്ചു പോച്ച്. അയ്യോ, അപ്പടിയൊന്നുമില്ല സാർ. അപ്പൊ ഞാൻ പറ, വീടുകളിൽ പ്രശ്നം സംസാരിക്കാനുള്ള സ്ഥലവും തീയതിയും ഞാൻ അറിയിക്കാം. പറ്റിയ ഇടം കിടക്കണമല്ലേ? സാറ് പറഞ്ഞാൽ മതി. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങൾ വരാം. അപ്പൊ ഞാൻ പറ. അപ്പൊ ജോലി എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ. നമ്മളെന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത്? എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. രാധയ്ക്ക് ജോലി കിട്ടാൻ പോകുന്ന കാര്യം ഞാനൊന്ന് അറിയിച്ചിട്ട് വരാം. വലിയ സന്തോഷാവും. ഞാനും വരട്ടെ? എന്തിന്? അല്ല, നല്ല വിശപ്പ്, വല്ലതും തിന്നാൻ കിട്ടിയാൽ. അയ്യോ, ഇങ്ങനൊരു ദാരിദ്ര്യവാസി അഭിമാനം ഇല്ലേ? ഇല്ല. എന്നാ വാ. എന്റെ മാനം പോയി ബാബു. ഞാനിപ്പോ അവന്മാരെ കണ്ടിട്ട് വരിക. നമ്മുടെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ, വെങ്കടേശ്വര മിൽസ്. അടുത്ത 15-ാം തീയതി ഞാൻ അവന്മാരോട് വരാൻ പറയാം. ബാബു, നമ്മുടെ 3-4 ആളുകളെ ഏർപ്പാട് ചെയ്യണം. തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല. അവരെവിടെ വരൂ? വരത്തക്ക വിധത്തിൽ എല്ലാം സംസാരിച്ചു വെച്ചിരിക്കുകയാണ്. 15-ാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്മാരെ ഈ ലോകത്തോട് വിട പറയണം. இந்த വെങ്കടേശൻ யாரெന്ന് தெரிய வேண்டாமா? Where is Mr. Nambiar? He will come soon. ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ കൂടെ. ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. ഹലോ മിസ്റ്റർ പെരേര. ഹലോ മിസ്റ്റർ നമ്പ്യാർ. വെങ്കടേശ്വര മിൽസ് എന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ. എന്നിട്ട് ഒരുത്തരെയും കാണുന്നില്ലല്ലോ. വരുമായിരിക്കും. അതെ, സന്ധി സംഭാഷണവും ഹിന്ദി സംഭാഷണവും ഇനി അധികം വേണ്ട. വെങ്കടേശ്വരം ഹോസ്പിറ്റലിൽ കെട്ടിക്കോട്ടെ. നമുക്ക് കുറച്ച് കാശ് തരാൻ പറയാം. എന്തിനാ? എന്നിട്ടാ പാവങ്ങളെ വഞ്ചിക്കാനോ? എടാ, വെങ്കടേശൻ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ കാശ്?
வணக்கம். கரெக்ட் டைம்ல வந்திருக்கு. கோடவுனுக்குள்ளே கொண்டு போய் கதையை முடிச்சது. சரிங்க. என்ன தம்பி சௌக்கியமா? உள்ள போய் டிஸ்கஷன் ஆரம்பிக்கலாமா? ஓகே, வாங்கப்பா. கோடவுன் யாரு തുറന്നത്? നീങ്ങളാ? അയ്യോ ഞങ്ങളല്ല. മൈ ഗോഡ്, നമ്മുടെ പെട്ടി തട്ടിക്കൊണ്ടുപോയ മയക്കമരുന്ന് പാർട്ടീസ് അല്ലേ അത്? അതെന്നാ തോന്നുന്നു. ചതിച്ചു സാർ. ആ സിഐഡികൾ വരുന്നു, കൂടെ ഒരു ഗ്രൂപ്പും ഉണ്ട്. സിഐഡി എസ്കേപ്പ്. എന്നെ തല്ലിക്കാൻ ഗുണ്ടകളെയും കൊണ്ട് വന്നിരിക്കുകയാണല്ലേടാ. ഉന്നെ കൊല്ലാൻ വിട മാട്ടേ. തീർത്ത് കെട്ടിക്കടാ. ഞങ്ങളുടെ പെട്ടിനാടാ, പെട്ടിനാടാ. അയ്യോ, അടിയക്കടാ. முதல்ல நீ அடியா. நீ அடியா. அடியா நீ. அடியா. തല്ലുന്നത്
സാർ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് സാർ. ഇനിയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം സാർ.